KLTUK യാത്ര നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ സ്പെയിനിൻ്റെ ഒരറ്റത്തുള്ള ഒരു കോസ്റ്റൽ സിറ്റി ആയിട്ടുള്ള മലാഗ മറിയ സംബ്രാനോ. മലാഗ മറിയ സംബ്രാനോ എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇന്ന് നമ്മുടെ സുനീർ ഭായി ഈസ് ഓൺ ദ വേ. സുനീർ ഭായി അങ്ങ് മൊറോക്കോയിൽ നിന്ന് കപ്പലിൽ കയറ്റി ഇവിടെ അടുത്താണല്ലോ മൊറോക്കോ. ഇവിടെ നിന്നൊരു 2 മണിക്കൂർ പോയി കഴിഞ്ഞാൽ മൊറോക്കോയി കപ്പലിൽ കയറി പോയി കഴിഞ്ഞാൽ. അതായത് മൊറോക്കോയിൽ നിന്ന് വണ്ടി എടുത്തിട്ട് പുള്ളി ഇവിടെ യൂറോപ്പിൽ കറങ്ങി അടപ്പുണ്ട്. പുള്ളി എപ്പോഴും യൂറോപ്പിലാണല്ലോ. അപ്പോൾ 2 ദിവസം നമുക്ക് ഒരുമിച്ച് ട്രാവൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ജിബ്രാൾട്ടറും പോർച്ചുഗലും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. സോ ഹി വിൽ കം ആൻഡ് പിക്ക് മീ. ഞാൻ ഇന്നലെ ഒരു ഗംഭീര യാത്രയെല്ലാം കഴിഞ്ഞ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ ഇറങ്ങി നിൽക്കുകയായിരുന്നു. 550 കിലോമീറ്റർ 2.5 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ട്രെയിൻ യാത്ര കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുന്ന ആളാണ് ഞാനിപ്പോൾ. അതൊക്കെ ഭയങ്കര സംഭവങ്ങളായിരുന്നു. മൊത്തത്തിൽ ഭയങ്കര സംഭവങ്ങളാണ് ഈ യാത്രയിൽ കാണുന്ന. എല്ലാ ആശ്ചര്യവും കൗതുകവും ഒക്കെ ആയിരുന്നു. എന്തായാലും KLTUK പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ്. ആ റെയിൽവേ സ്റ്റേഷനാണെങ്കിൽ ഒരു ഷോപ്പിംഗ് മോൾ പോലെ ആയിരിക്കുന്നത്. ഷോപ്പിംഗ് മോളിനകത്ത് അതൊരു ഷോപ്പിംഗ് മോളാണ്. ഷോപ്പിംഗ് മോളിൻ്റെ ഉള്ളിലാണ് റെയിൽവേ സ്റ്റേഷൻ. അടിപൊളി. നിങ്ങളെവിടെ? സ്റ്റാർബക്സോ? ഇവിടെ സ്റ്റാർബക്സ്. ഒരു മിനിറ്റ്. സ്റ്റാർബക്സിൻ്റെ മുമ്പിൽ. ശരി, ഓക്കെ, കമേങ്. അതാ മൊറോക്കൻ രജിസ്ട്രേഷൻ കാറ്. അത് വോൾവോ 90 X90. ഇത് വണ്ടിക്കകത്ത് നിറച്ച സാധനങ്ങളാണല്ലോ. എൻ്റെ ബാഗ് ഞാനവിടെ വെക്കുക. ബാഗ് ഞാനവിടെ വെക്കും. ഇത് കണ്ടോ? ഇത് എന്താണിത്? എൻ്റെ അമ്മേ, നമുക്ക് ബാക്കിൽ വെക്കാം. ഈ വണ്ടി ഇതെന്താണ്? ട്രക്കാണോ? നട്ട്സ്, കപ്പലണ്ടി, എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലോ. ഇതൊരു ലോറിക്കുള്ള സാധനങ്ങളുണ്ടല്ലോ ഈ വണ്ടിക്കകത്ത്. കശുവണ്ടി എടുക്കാം. കശുവണ്ടി അല്ല, പിസ്ത എടുക്കാം. പിസ്ത എല്ലാവരും ആവശ്യം വരും. ഇത് അങ്ങനെ അടങ്ങുന്നത്. അടയട്ടെ. ഇങ്ങനെ ഫുൾ ടൈം യൂറോപ്പിൽ തന്നെ അല്ലേ? അപ്പം നിങ്ങൾ ഈ വണ്ടിക്കകത്ത് തന്നെയാണോ കിടന്ന് ഉറങ്ങുന്നത്? ഞാൻ ട്രാവലില്ല, ചിലപ്പോൾ വണ്ടിയിൽ ഉറങ്ങും. വിന്റർ അല്ലേ, സുഖമല്ലേ കിടന്നുറങ്ങാൻ? അല്ല, രാത്രിയല്ല, ഉച്ചക്ക് എന്തെങ്കിലും ഗ്യാപ്പ് വന്നാൽ ബെഡ് വന്നില്ല. ഇനി ഇത് ബെഡ് ടയർഡായി ഞാൻ ഉറങ്ങും. എന്നിട്ട് ഐ മിസ് യു മാൻ. നിങ്ങൾ കുറെ വർഷമായില്ലേ നാട്ടിൽ വരുന്നത്? എന്നാ നാട്ടിൽ വരുന്നേ? നെക്സ്റ്റ് ഇയർ. ചിക്കൻ പ്രശ്നമില്ലല്ലോ? ഇല്ല, മൊറോക്കൻ ആണ്, ബട്ട് ഇറ്റ്സ് നൈസ്. താങ്ക് യു. എനിക്ക് ഇഷ്ടപ്പെടും. എന്താ സാധനം ഇത്? ഞാൻ അടിച്ചോക്കെ എനിക്ക് ഇഷ്ടപ്പെടും. പറ്റില്ല, ഈസി ടു ഈറ്റ് ആണ്. നമ്മള് എന്താ പറയാ, പഫ്സെല്ലാം മാറി അടിപൊളിയല്ലേ? ചെറിയ മധുരമുണ്ട്. മധുരം ഇതിന്റെ മേലുള്ള എനിക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഈ സാധനമുള്ളൂ മധുരം, ഉള്ളിലൊന്നും മധുരം. ടിഷ്യൂ പേപ്പർ ഉണ്ടോ? അയ്യോ, അതാണ് ഇപ്പൊ തീർന്നു. ഇനിയിപ്പോ പോർച്ചുഗലിൽ നിന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ബാക്കിൽ ഉറങ്ങും. ഞാൻ ഡ്രൈവ് ചെയ്യണോ? ഇത് വണ്ടിയാണെങ്കിൽ ഫുള്ള് വണ്ടിയാടാ. അല്ല, ശരിക്കും ഞങ്ങള് ട്രിപ്പ് പോയ സമയത്തൊക്കെ, ഞങ്ങൾ INB ട്രിപ്പിന്റെ സമയത്തൊക്കെ നമ്മുടെ വണ്ടി ഇതുപോലെ തന്നെ അല്ലായിരുന്നു. ശരിക്കും ഇത് ഇപ്പോൾ X90 ആയതുകൊണ്ട് നീണ്ടു നിവർന്ന് പുറകിൽ കിടക്കാം. ഫ്ലാറ്റ് ബെഡ് ആക്കി വെച്ചിരിക്കുകയാണ് മൊത്തത്തിൽ കംപ്ലീറ്റ്. കണ്ടോ? വിന്റർ ആകുമ്പോഴത്തേക്കിനും ഹോട്ടൽ എടുക്കണ്ട, ഡെയിലി €100 ലാഭം. ഈ ഉച്ചക്കുള്ള ഉറക്കില്ലേ, അത് അടിപൊളിയാ. കാരണം ഇവിടെ അങ്ങനെ ചൂടുമില്ല. അപ്പൊ ഞാൻ ബെഡിങ് നിർത്തി ഏതെങ്കിലും ഒരു പെട്രോൾ സ്റ്റേഷൻ എടുത്തിട്ട് ഉറങ്ങും. എന്തായാലും സംഭവം പൊളിയാണ്. അപ്പൊ നമ്മളിപ്പോ ജിബ്രാൾട്ടറിലേക്ക് പോവാണ്. ജിബ്രാൾട്ടർ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് 132 കിലോമീറ്റർ ഉണ്ട്. 1.25 മണിക്കൂർ മതി. 132 കിലോമീറ്റർ സഞ്ചരിച്ച് നമുക്ക് ജിബ്രാൾട്ടർ എത്താൻ പറ്റും. അങ്ങനെ വീണ്ടും ജാക്കറ്റ് ഇല്ലാതെ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ജിബ്രാൾട്ടർ പോകുന്ന വഴിക്ക് നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി ഒന്ന് നിർത്തിയാണ് ഒരു സ്ഥലത്ത്. പോകുന്ന വഴിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല, ഫുൾ ഗ്രാമങ്ങളാണ്. ആ ഗ്രാമങ്ങളിലൂടെ എക്സ്പ്രസ് ഹൈവേ, അതിലൂടെ ചുമ്മാ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകും. അപ്പോൾ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല, അതുകൊണ്ടൊന്നും കാണിക്കാത്തത്. ഇതുണ്ടോ, ഇവിടെ വന്ന് കാപ്പി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുക. കണ്ടില്ലേ, നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ ചായ ഗ്ലാസ് ഇല്ലേ, അതേപോലത്തെ ചായ ഗ്ലാസ്സിൽ കാപ്പി. ജാക്കറ്റ് ചെറുതായിട്ട് വേണം, ഇല്ലാണ്ട് പറ്റില്ല. തണുപ്പുണ്ട്, ചെറിയ തണുപ്പുണ്ട്. അത് ക്ലൗഡിയാ, അതുകൊണ്ടാ എല്ലാ പ്രശ്നമൊന്നുമില്ല. കൈവിട്ടേ കൈവിട്ടു. ശരിക്കും വളഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കറക്റ്റ് ലൈൻ കൺട്രോൾ ഒക്കെ കണ്ടില്ലേ, എത്ര സൂപ്പറായിട്ടാണ് അവിടെ നിന്ന് നോക്കുക. അതാണ് മോനെ വോൾവോ. സൂപ്പറാട്ടോ ശരിക്കും അല്ലേ? ക്രൂസിലിട്ടാലും മാത്രമേ ക്രൂസിലിട്ടാലും ലൈൻ കൺട്രോൾ ഉണ്ടാവുള്ളൂ. ലൈൻ കൺട്രോളിൽ തന്നെ ഇങ്ങനെ പൊക്കോണ്ടിരുന്നോളൂ. അടിപൊളി. അങ്ങനെ മക്കളെ, നമ്മൾ ജിബ്രാൾട്ടർ കാണുകയാണ്. ഇവിടെ കണ്ടോ, നോക്ക്, അങ്ങ് ദൂരെ ഒരു മല കണ്ടോ? ആ മല ഇരിക്കുന്നത് ജിബ്രാൾട്ടറിലാണ്. ആ ജിബ്രാൾട്ടറിലേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ബേസിക്കലി ജിബ്രാൾട്ടർ എന്ന് പറയുന്നത്
UK-യുടെ ഒരു ടെറിട്ടറിയാണ്. സത്യം പറഞ്ഞാൽ അവരുടെ കോളനിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പോഴും ജിബ്രാൾട്ടർ UK-യുടെ ടെറിട്ടറിയാണ്. അപ്പോൾ ഇവർക്കൊരു രാജ്യമാവണ്ട, ഇവർക്ക് ഇപ്പോഴും UK-യുടെ കൂടെ നിന്നാൽ മതി എന്ന് താല്പര്യപ്പെടുന്ന ആളുകളാണ് ഇവര്. അപ്പോൾ ഇവര് UK-യുടെ ടെറിട്ടറിയാണ് ബേസിക്കലി. പക്ഷെ നമുക്ക് ഷെങ്കൻ വിസ ഉണ്ടെങ്കിലും മൾട്ടിപ്പിൾ എൻട്രി ഷെങ്കൻ വിസ ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ പോവാം. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കിനും ഇമിഗ്രേഷൻ ഉണ്ട്, പാസ്പോർട്ട് കൺട്രോൾ ഉണ്ട്. ചെറിയ കുഞ്ഞു രാജ്യം, മേളി മുതൽ താഴെ വരെ ആകെ 5 കിലോമീറ്റർ 5.5 കിലോമീറ്റർ, ഏകദേശം 1.5 കിലോമീറ്റർ വീതി. ഈ സ്പെയിനും ജിബ്രാൾട്ടറും തമ്മിലുള്ള ബോർഡർ എന്ന് പറയുന്നത് ഒരു എയർപോർട്ടിന്റെ റൺവേ ആണ്. ജിബ്രാൾട്ടർ എയർപോർട്ടിന്റെ റൺവേ ആണ്. ആ റൺവേ നടന്ന് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വ്യത്യസ്തമായ കുറെ കാഴ്ചകൾ നമുക്ക് ജിബ്രാൾട്ടറിൽ കാണാൻ പറ്റും. സത്യം പറഞ്ഞാലേ നിങ്ങൾ വന്നത് നന്നായി. ഞാൻ ഇങ്ങോട്ട് ട്രെയിനിൽ പറഞ്ഞെങ്കിൽ എനിക്ക് ട്രെയിനിൽ വരാൻ പറ്റില്ല. ട്രെയിനില്ല, റെയിൽവേ സ്റ്റേഷൻ ഇല്ല. അൽജസീറയിൽ ഇറങ്ങിയിട്ട് വീണ്ടും ബസ്സിലൊക്കെ കയറി വരേണ്ടി വരും. പണിയായി പോയല്ലേ. അതെ, ഇത് സുനീർഭായി വന്നത് എനിക്ക് ആക്ച്വലി നല്ലതായി. നിങ്ങള് ഭയങ്കര സംഭവല്ലേ. നമ്മളിപ്പോ ആക്ച്വലി ഉള്ളത് ലാ ലീനിയ എന്ന് പറയുന്ന സ്പെയിനിന്റെ ഒരു ബോർഡർ ടൗണിലാണുള്ളത്. ഈ ലാ ലീനിയ എന്ന് പറഞ്ഞ ഒരു സ്ഥലവും ജിബ്രാൾട്ടറും ബോർഡർ ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഈ ലാ ലീനിയ എന്ന് പറഞ്ഞ സ്ഥലത്തെ ആളുകൾ കംപ്ലീറ്റ് ജിബ്രാൾട്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകളാണ് ബേസിക്കലി. ജിബ്രാൾട്ടറിൽ പോയി കഴിഞ്ഞാൽ അവര് പൗണ്ടാണ് യൂസ് ചെയ്യുന്നത്, ബ്രിട്ടീഷ് പൗണ്ടാണ്. UK-യാണ് ബേസിക്കലി ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറി, അതാണ് സംഭവം. ലാ ലീനിയ അല്ലേ? യെസ്, പോവാം. ലാ ലീനിയ. അതിനിടയ്ക്ക് ഫോണില് സ്റ്റോറേജ് തീർന്നു കേസ്, അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി, പഴയ വീഡിയോസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നിർത്തിയ. അപ്പോൾ ഈ ജിബ്രാൾട്ടറിന്റെ അടുത്ത് അൽ ജസീറാസ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇവര് മൊറോക്കോയ്ക്ക് പോയി വരുന്നത്. ഈ പുള്ളി അവിടുത്തെ റെഗുലർ ആളാണ്. അതായത് ഈ പുള്ളി ഒരു മാസം എത്ര തവണ നിങ്ങൾ യൂറോപ്പിൽ വരും? എത്ര തവണ വരും നിങ്ങൾ? എനിക്കറിയത്തില്ല. എപ്പോൾ നോക്കിയാലും യൂറോപ്പിലുണ്ടാവും. പുള്ളി എപ്പോ വിളിച്ചാലും മൊറോക്കോ എന്ന് പറയുന്നില്ല, പുള്ളി ഫ്രാൻസോ സ്പെയിനോ UK അങ്ങനെ എവിടെയെങ്കിലും. അതും വണ്ടിയിലാണേ. അത്രയല്ലേ കിലോമീറ്റർ ഉള്ളൂ ഇവനെ. നമ്മളിപ്പോ കണ്ണൂരിന്ന് പിന്നെ കാലിക്കറ്റ് പോകുന്നവർക്ക് 1.5-2 മണിക്കൂർ കൊണ്ട് ഇപ്പൊ എത്തിയില്ലേ? അതെ, ശരിക്കും ഇവിടെ നിന്ന് നമ്മൾ ഈ വണ്ടി ഓടിച്ച് ഒരു 6 മണിക്കൂർ പോയി കഴിഞ്ഞാൽ സുനീർഭായുടെ വീട്ടിൽ ചെല്ലാം. നമ്മളന്ന് താമസിച്ച മുഹമ്മദിയയിലെ ഫ്ലാറ്റിലെത്താം അല്ലേ? അത്രേ ഉള്ളൂ. അതാണ് സംഭവം. അപ്പൊ അങ്ങനെ ജിബ്രാൾട്ടർ ശരിക്കും ഒരു രാജ്യമായിരുന്നെങ്കിൽ നമുക്ക് ഇതൊരു അടുത്ത രാജ്യമായിട്ട് കൂട്ടാമായിരുന്നു. പക്ഷെ ഇതൊരു രാജ്യമല്ലാത്തത് കൊണ്ട് നമുക്ക് ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറി മാത്രമായിട്ടേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ജിബ്രാൾട്ടറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ കടലിലെ കുറെ കപ്പലൊക്കെ കാണാം. അങ്ങ് ദൂരെ ആ കാണുന്ന മലയീസ് ജിബ്രാൾട്ടർ. പിന്നെ ഇവിടുന്ന് നല്ല സണ്ണി വെതർ ആണെങ്കിൽ നമുക്ക് ഇവരുടെ മൊറോക്കോ എന്ന് പറഞ്ഞ രാജ്യം നമുക്ക് അവിടെ കാണാം. കാരണം ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ മാറിയാണ് മൊറോക്കോ. ഇതൊരു തുറമുഖ നഗരമാണ്. അതാണെന്ന് തോന്നുന്നു പോർട്ട് അല്ലേ? അതല്ലേ പോർട്ട്? അൽ ജസീർ, അതായത് മൊറോക്കോ പോർട്ട്. ആ മല ഇരിക്കുന്ന സ്ഥലം. അത്രേ ഉള്ളൂ ജിബ്രാൾട്ടർ എന്ന് പറയുന്ന അവരുടെ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു ടെറിട്ടറി എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ നമ്മൾ ജിബ്രാൾട്ടറിലേക്ക് കയറാൻ പോവാണ്. വെഹിക്കിൾസ് വിത്ത് കസ്റ്റംസ് ഫോർമാലിറ്റീസ്, വിത്തൗട്ട് കസ്റ്റം ഫോർമാലിറ്റീസ്. എന്തുകൊണ്ട് ആകപ്പാടെ 5 കിലോമീറ്ററുള്ള സ്ഥലത്തേക്ക് പോകാനായിട്ട് കസ്റ്റംസ് പരിപാടികള്, ഇമിഗ്രേഷന് എല്ലാം ഉണ്ട്. കാരണം UK-യുടെ സ്ഥലമാണല്ലോ. അയ്യോ, ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മുടെ KLT-UK യാത്ര UK എത്തിയോ? വീണ്ടും നമ്മൾ UK-യിലേക്ക് തിരിച്ചെത്തി. നമ്മള് ലണ്ടൻ അല്ലേ, നമ്മള് UK-യിൽ ആദ്യം കേറുവാ. KLT-UK യാത്ര നമ്മൾ UK-യിലേക്ക് എത്തുകയാണ് സുഹൃത്തുക്കളെ. കേറുകയാണ് UK. ലണ്ടൻ എത്താതെ നമ്മൾ UK കയറിയല്ലോ. ഇത് UK ആണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഇമിഗ്രേഷൻ ഓഫീസുകള്. ഇമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മള് ബേസിക്കലി നമ്മളിപ്പോ UK-യുടെ ടെറിട്ടറിയിൽ പ്രവേശിക്കുകയാണ്. എന്തായാലും ഭയങ്കര സംഭവമാണ്. ആ കാണുന്ന മല കണ്ടില്ലേ? ആ മലയുടെ മേളിലേക്ക് ഒരു കേബിൾ കാർ ഉണ്ട്. നമുക്ക് അതിലൊക്കെ കയറി പോകണം. ഇവിടെ നമുക്ക് ആക്ച്വലി നടന്നു പോകാൻ പറ്റും. ശരിക്കും വണ്ടിയിൽ പോകുന്നതിൽ എളുപ്പം നടന്നു പോകുന്നതാണ്. ഇവിടെ എല്ലാവരും ചെയ്യുന്നത് വണ്ടി കൊണ്ടുവന്നിട്ട് ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് ആളുകൾ നടന്നു പോകും. ആ കാണുന്ന കണ്ടില്ലേ? അതേപോലെ നടന്നു പോയിട്ട് അപ്പുറത്ത് പോയിട്ട് ബസ്സിൽ കയറി നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. ബേസിക്കലി അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ ബസ്സിൽ കയറുന്നത് പോലും ഇല്ല. ഫുൾ നടന്ന് ഈ രാജ്യം കണ്ട് തീർത്തിട്ട് വരാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോ സ്പെയിനിന്റെ ഇമിഗ്രേഷൻ. അപ്പൊ എനിക്ക് തിരിച്ചു വരുമ്പോ സ്പെയിനിന്റെ സ്റ്റാമ്പ് കിട്ടും. അടിപൊളി. അത് തകർത്ത് നമ്മള് സ്പെയിനിന്റെ ഇമിഗ്രേഷനില് ഞങ്ങളുടെ പാസ്പോർട്ട് കണ്ടുടനെ പുള്ളി ആദ്യം എന്താ പറഞ്ഞേ? അല്ല, അങ്ങനല്ല. ആദ്യത്തെ പുള്ളി ഹിന്ദിയിൽ എന്താ പറഞ്ഞത്? ശുക്രിയ. ആദ്യം എന്താ പറഞ്ഞത്? വെൽക്കമിന് ഹിന്ദിയിൽ എന്താ പറയാ? സ്വാഗതം. എന്നിട്ട് പാസ്പോർട്ട് തിരിച്ചു തരാൻ നേരം ധന്യവാദം എന്നും പറഞ്ഞു പുള്ളി. സ്പെയിനിന്റെ പാസ്പോർട്ട് കൺട്രോളിലെ ആളെ. നമ്മള് തൊട്ടിപ്പുറത്തെ ടോൾ ബൂത്ത് പോലെ തന്നെ സ്ഥലം കണ്ടില്ലേ? നോക്കിയാൽ നമ്മുടെ നാട്ടിലെ ടോൾ ബൂത്ത് അതാണ് ബേസിക്കലി. നമ്മുടെ പാലിയേക്കര ടോൾ പ്ലാസ ഇതിലും വലുതാ. അപ്പോ തൊട്ട് ഇപ്പുറത്ത് ബ്രിട്ടീഷുകാരുണ്ട്. അപ്പം അവര് നമ്മുടെ പാസ്പോർട്ട് ചോദിച്ചിട്ട് യു ഹാവ് ബ്രിട്ടീഷ് വിസ? ഞാൻ പറഞ്ഞു വി ബോത്ത് ഹാവ് ബ്രിട്ടീഷ് വിസ. ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവര് പാസ്പോർട്ട് വാങ്ങിച്ചോണ്ട് അകത്തോട്ട് പോയിട്ടുണ്ട്. സ്റ്റാമ്പ് ചെയ്തിട്ട് തരാന്ന് പറഞ്ഞു. അപ്പൊ ജിബ്രാൾട്ടറിന്റെ സ്റ്റാമ്പ് അടിച്ചിട്ട് നമുക്കിപ്പോ പാസ്പോർട്ട് ഇവര് തിരിച്ചുകൊണ്ട് തരും. നമ്മൾ വണ്ടി ഇരുന്നാൽ മതി. മോനെ കണ്ടോ? അങ്ങനെ ആദ്യമായിട്ട് നമുക്ക് ജിബ്രാൾട്ടർ എന്ന് പറഞ്ഞ സ്റ്റാമ്പ് കിട്ടിയിരിക്കുകയാണ്. കണ്ടാ?
ജിബ്രാൾട്ടർ, അതായത് ഇമിഗ്രേഷൻ അറൈവ്ഡ് ജിബ്രാൾട്ടർ ഫ്രണ്ടിയർ, ഇങ്ങനെയാണ് സ്റ്റാമ്പ്. നമ്മൾ സാധാരണ UK സ്റ്റാമ്പ് പോലത്തെ സ്റ്റാമ്പ് അല്ല, ഇങ്ങനെയാണ് സ്റ്റാമ്പ് വരുന്നത്. അത് പൊളിച്ചേട്ടാ. ഇവിടെ ഡീസലിന് റേറ്റ് കുറവാണല്ലോ, 1 പൗണ്ട്. ആ പൗണ്ട് ശരിയാ, 1 പൗണ്ട്. അത് കുറവല്ല, 1 പൗണ്ട് ഉണ്ട്. അത് മാത്രമല്ല, ഗാലനാണ്, ലിറ്റർ അല്ല. ആണോ? ഗാലനാണ്. ഓക്കെ. നമ്മളിപ്പോ രാജ്യത്തിന്റെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്കാണ് പോകുന്നത്. 5.3 കിലോമീറ്റർ. അത് കറങ്ങി തിരിഞ്ഞ് പോകുന്നതാണ് കേട്ടോ. അതിനകത്ത് ടണലൊക്കെ എന്താ പറഞ്ഞേ, എനിക്ക് പിന്നെ ലൈറ്റ് ഹൗസിനടുത്ത് മുറുക്ക് കാണാൻ പറ്റും, സ്കൈ ക്ലിയർ ആണെങ്കിൽ. അങ്ങനെ നമ്മൾ KL to UK യാത്ര UK എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മള് KL to ലണ്ടൻ അല്ലല്ലോ പറഞ്ഞേക്കുന്നത്, KL to UK എന്നാ പറഞ്ഞേക്കുന്നത്. നമ്മുടെ ട്രിപ്പ് നിർത്തിട്ട് തിരിച്ചു പോയാലോ? ഇതോടെ കഴിഞ്ഞു. കഴിഞ്ഞു. KL to UK യാത്ര UK എത്തി. സത്യം പറഞ്ഞ ഈ മലയാണ് ഇവരുടെ മെയിൻ ഐക്കൺ എന്ന് പറയുന്നത്. ആലോചിച്ച് ശരിക്കും ഏതാനും മണിക്കൂറുകൾ കൊണ്ട് വന്ന് കണ്ടു തീർക്കാവുന്ന ഒരു രാജ്യം. നമുക്ക് ഒരു ബൈസൈക്കിൾ എടുത്ത് വേണമെങ്കിലും കറങ്ങി തീർക്കാവുന്ന ഒരു രാജ്യം, ഒരു കുഞ്ഞു രാജ്യം. അയ്യോ, ആ എയർപോർട്ട് എവിടെ നമ്മൾ കണ്ടില്ലല്ലോ, അത് ബൈപ്പാസ് നമ്മൾ ബൈപ്പാസ് ചെയ്താ റെയിൽവേ ഗേറ്റിൽ ഉണ്ടാവും. അത് നമ്മൾ ബൈപ്പാസ് ചെയ്താ വന്ന എയർപോർട്ട്, അതിന്റെ ഇപ്പുറത്തായിരുന്നത്. നിങ്ങൾക്ക് UK ലണ്ടനിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് ഇങ്ങോട്ടേക്ക് വരാം. ദിവസം 4-5 ഫ്ലൈറ്റ്സ് ലണ്ടനിൽ നിന്ന് വന്ന് പോകുന്നുണ്ട് ഇവിടെ. ആ മലയുടെ മേളില് ഒക്കെ കോട നിൽക്കുകയാണ്, കണ്ടില്ലേ എനിക്ക്. ശരിക്കും ഈ മലയും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ രാജ്യം എന്തായിരുന്നു? ഈ രാജ്യത്തിന്റെ 3/4 ഭാഗം ഈ മലയാണ്, കണ്ടില്ലേ. 95% ഈ മലയാണ്, 95% മൗണ്ടൻ ആണ്. ഈ ഒരു ബോർഡർ മാത്രമേ നമുക്ക് കൂട്ടാണ്ട്, പിന്നെ അപ്പുറത്തുള്ള ബീച്ച്. അതെ. ശരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഇത് UK ടെറിട്ടറി ആയിട്ട് UK ഇപ്പോഴും വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അതായത് പണ്ട് മുതല് ശരിക്കും ഇത് എന്ത് ഭംഗിയാന്ന് ഇവിടെ വന്നപ്പോഴത്തേക്കും, അതായത് പണ്ട് മുതല് സത്യം പറഞ്ഞാൽ സ്പെയിനിൽ നിന്നും UK കൈയടക്കിയ ഒരു സ്ഥലമാണ് ഈ ഒരു ജിബ്രാൾട്ടർ എന്ന് പറഞ്ഞ ഏരിയ. ഇതൊരു വളരെ തന്ത്രപ്രധാന മേഖലയാണ്. നമുക്ക് സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടർ എന്ന് പറഞ്ഞ്, അതായത് നമ്മുടെ മെഡിറ്ററേനിയൻ സീയും അറ്റ്ലാന്റിക് ഓഷനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഏരിയ ആണിത്. ഒരു ചെറിയൊരു കുപ്പിക്കഴുത്ത് സ്ഥലമാണിത്. ഒട്ടേറെ ട്രേഡിങ്, അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചരക്ക് നീക്കങ്ങൾ, 2 ഭൂഖണ്ഡങ്ങൾ തമ്മിൽ ഇടയ്ക്കുള്ള സ്ഥലം, ആഫ്രിക്കയുടെ യൂറോപ്പിന്റെ ഇടയ്ക്കുള്ള സ്ഥലം, തന്ത്രപ്രധാന മേഖല, പിന്നെ വരുമാനം കുറെ ഉണ്ടാക്കാം, രാജ്യസുരക്ഷ സംബന്ധിച്ചൊക്കെ കുറെ കാര്യങ്ങൾ അറിയാലോ. ഇത് ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും താഴെ, മാൽഡീവ്സിനൊക്കെ താഴെയായിട്ട് ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറി ഒരു ഐലൻഡ് ഒക്കെ ഉണ്ട് ഇപ്പോഴും. അപ്പൊ അങ്ങനെ കുറെ സ്ഥലങ്ങള് ഈ നേവൽ ബേസ് ആയിട്ടും പിന്നെ ഇവരുടെ വിമാനത്തിന്റെ ബേസ് ആയിട്ടും മറ്റേ എയർഫോഴ്സ് ബേസ് ആയിട്ടൊക്കെ അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങൾ രാജ്യത്ത് പല സ്ഥലത്തായിട്ട് പണ്ട് മുതൽ ബ്രിട്ടീഷ് ആളുകൾ അവർ കീപ്പ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു സ്ഥലമാണ് ജിബ്രാൾട്ടർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലവും. ഇത് എന്തുവാടെ മല മാത്രം ഉള്ളല്ലോ, സത്യം കേട്ടോ. ഇത് മൊത്തം ഇത് സിഗ്നൽ കണ്ടോ വെച്ചിരിക്കുന്നത്. അതായത് ഇടുങ്ങിയ റോഡാണ്. ആ ഇടുങ്ങിയ റോഡിലൂടെ പോകുമ്പോൾ ആളുകൾക്ക് ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടി അവിടെ സിഗ്നൽ വെച്ചിരിക്കുന്നത് കേട്ടോ. വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ നിങ്ങൾക്ക് കാണാം GB എന്നും പറഞ്ഞുകൊണ്ട് കാണാം. ജിബ്രാൾട്ടറിന്റെ ഷോർട്ട് ഫോം ആണ് GB എന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കും, ഗ്രേറ്റർ ബ്രിട്ടനോ അങ്ങനെ എന്തെങ്കിലും പരിപാടി ആയിരിക്കും. 1704 ഈ സ്ഥലം സ്പെയിനിൽ നിന്നും ബ്രിട്ടീഷുകാര്, അതായത് അന്നത്തെ ബ്രിട്ടീഷുകാർ അക്വയർ ചെയ്യുന്നത്. 2020 നമ്മുടെ UK ബ്രെക്സിറ്റിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്നും എക്സിറ്റ് ആയപ്പം ഈ സ്ഥലവും യൂറോപ്യൻ യൂണിയനിൽ നിന്നും എക്സിറ്റ് ആയി. പിന്നെ UK നമുക്കറിയാം, നമ്മൾ വാഹനങ്ങൾ ഇടതുവശത്തു കൂടിയാണ് ഓടിക്കുന്നത്, നമ്മുടെ നാട്ടിലെ പോലെയാണ്. പക്ഷെ ഇത് UK ടെറിട്ടറി ആണെന്നുണ്ടെങ്കിലും വളരെ ചെറിയൊരു സ്ഥലമായതുകൊണ്ടും അതേപോലെ യൂറോപ്പിൽ തന്നെ കിടക്കുന്നൊരു സ്ഥലമായതുകൊണ്ടും ഇവിടെ യൂറോപ്പിലെ അതേ സിസ്റ്റമാണ് ഇവിടെ മുന്നോട്ട് വാഹനങ്ങളുടെ കാര്യത്തിൽ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് വാഹനങ്ങളെല്ലാം റോഡിന്റെ വലതുവശത്തൂടെ തന്നെയാണ് ഓടിക്കുന്നത്. എന്റെ അമ്മ, ഇത് ഭയങ്കര രസമാണല്ലോ ഇപ്പൊ കാണാനായിട്ട്. ഈ കാണുന്നതൊക്കെ വീടുകളാണ്, കണ്ടോ നോക്ക്. ഇവിടെ ആളുകൾ താമസിക്കുന്ന വീടുകളാണ് നമുക്ക് ഇവിടെ ഇടതുവശത്ത് കാണാൻ സാധിക്കുന്നത്. വലതുവശത്ത് മൊത്തം മലയുടെ മേളിൽ മൊത്തം കോട. ഈ മലയെന്നൊന്നും അടർന്ന് വീഴാതിരിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്തോ വീടെല്ലാം സാൻഡ്വിച്ച് പാനൽസ് ഉണ്ടാക്കിയതാണ്. മുമ്പിൽ കംപ്ലീറ്റ് പാനൽസ് കംപ്ലീറ്റ് ഇങ്ങനെ ചുറ്റിട്ട് ഇപ്പുറം എത്തിയിട്ടാ. അതാ പറഞ്ഞേ, ഒരു രാജ്യം കറങ്ങി തിരിഞ്ഞു വന്നു നമ്മള് സിമ്പിൾ ആയിട്ട്. എന്തോന്നടേ ഇത് ടണൽ. ഇവിടെ വഴിയില്ലാഞ്ഞിട്ട് അവര് മല വെട്ടിട്ട് അതിനടിയിൽ കൂടെ ടണൽ പണിത് റോഡ് പണിത് വെച്ചേക്കുക. കണ്ടില്ലേ? അങ്ങനെ ആ ടണലിൽ കൂടെ കയറി നമ്മൾ പുറത്തിറങ്ങി. ആ ടണലിനകത്ത് ആൾക്കാർ ജോഗിങ് വരെ ചെയ്യുന്നുണ്ടായിരുന്നു, ആൾക്കാർ ഓടി നടക്കുന്നുണ്ടായിരുന്നു ടണലിനകത്ത് ഓടി. ഇത് ശരിക്കും ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഇങ്ങനെ അറ്റത്തെത്തി മൊത്തം. ഇത് ശരിക്കും മൊത്തം മലയാണല്ലോ. മല ഇല്ലാത്തതായിട്ട് ഈ സ്ഥലത്ത് ആകെ ഒരു ചെറിയൊരു സ്ഥലം മാത്രമേ ഉള്ളൂ. അത് ഇവിടുത്തെ സിറ്റി സെന്റർ ഏരിയ ആണ്. നമ്മളിത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകും. എന്റെ ദൈവമേ, ഇതിന്റെ മേളില് കോട്ടയൊക്കെ ഉണ്ട് കേട്ടോ. അതിന്റെ മേളില് നമ്മള് കറങ്ങി റൗണ്ട് അടിച്ചോണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ്. നമുക്ക് അടിപൊളി. ശരിക്കും ബ്രിട്ടന്റെ ഒരു നല്ലൊരു എന്താ പറയാ നാവികരും ബാക്കിയുള്ള സംഭവങ്ങളും ഇവരുടെ കുറെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതിന്റെ ഒരു ബേസും കൂടിയാണ് ഇവർക്ക് ഈ ഒരു ജിബ്രാൾട്ടർ എന്ന് പറയുന്നത്. ഈ മോസ്കി കയറണം നമുക്കേ. മനസ്സിലായി, അതാ പറഞ്ഞത്. ഞാൻ വായിച്ചായിരുന്നു. കിങ് ഫഹദ് ബിൻ അബ്ദുൾ
അതൊരു മോസ്ക് നമുക്ക് ഇവിടെ കയറണം, അവിടെ നിർത്തണേ. ഈ ജിബ്രാൾട്ടർ എന്ന് പറഞ്ഞ ഈ കുഞ്ഞു രാജ്യത്തെ ഇവിടുത്തെ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് 34,000 ആളുകളാണ്. 34,000 ആളുകൾ, അതായത് 5,000 ആളുകൾ പെർ കിലോമീറ്റർ സ്ക്വയർ. അതാണ് ഇവിടുത്തെ ജനസംഖ്യയുടെ ആ ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അത് ഭയങ്കര ഒരു വലിയ പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ്. ശരിക്കും ഇവർക്ക് നമ്മുടെ ബ്രിട്ടീഷ് പൗണ്ടിൽ ഉപരിയായിട്ട് ജിബ്രാൾട്ടർ പൗണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കറൻസിക്ക് കുറച്ച് വ്യത്യാസമുണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നു. അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കളക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ജിബ്രാൾട്ടർ പൗണ്ട് സെയിം ഇത് തന്നെയാണ്, പക്ഷേ ബ്രിട്ടീഷ് പൗണ്ട് പോലെ തന്നെ ഇവരുടെ കറൻസിയിൽ ജിബ്രാൾട്ടർ പൗണ്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളതായിട്ട് എനിക്ക് അറിയാൻ സാധിച്ചു. ഈ ജിബ്രാൾട്ടർ എന്ന് പറഞ്ഞ പേര് വരാനൊരു കാരണമുണ്ട്. അതിന് ശരിക്കും ഈ ഒരു അറബിക് വേർഡുണ്ട്, ജബൽ താരിഖ് എന്ന് പറഞ്ഞിട്ട്. അതായത് മൗണ്ട് ഓഫ് താരിഖ്. അത് ഇവിടെ നമുക്ക് ഈ മല കാണുന്നത് മൗണ്ട് ഓഫ് താരിഖ് എന്നാണ് പറയുന്നത്. ഈ താരിഖ് എന്ന് പറയുന്നത് ഒരു നോർത്ത് ആഫ്രിക്കൻ മിലിറ്ററി ലീഡറായിരുന്നു അദ്ദേഹം, താരിഖ് ഇബിൻ സിയാദ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഈ ഐബീരിയൻ പെനിൻസുലയിലെ ഒരു മുസ്ലിം കോൺക്വസ്റ്റ് ലീഡറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു പേരിലാണ് ഈ ഒരു സ്ഥലം ജിബ്രാൾട്ടർ എന്നുള്ള പേരിലേക്ക് കൺവേർട്ടായിട്ട് ആ ഒരു രീതിയിലാണ് അതിൻ്റെ പേരൊക്കെ വരുന്നത്. ബാങ്ക് വിളിക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ ഒരു ജിബ്രാൾട്ടർ എന്ന് പറഞ്ഞ രാജ്യം ഇതൊരു സോവറിൻ സ്റ്റേറ്റ്, അതായത് ഒരു കൺട്രി അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ബ്രിട്ടൻ്റെ കീഴിലാണ്, UK കീഴിലാണ്. ഇവരുടെ പട്ടാളവും അതേപോലെ തന്നെ ഇവരുടെ പോലീസും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം പോലീസ് ഇവിടുത്തെ ലോക്കൽ പോലീസ് ഉണ്ടെങ്കിലും പട്ടാളം അതുപോലെയുള്ള ഇൻ്റർ കൺട്രി റിലേഷൻസ് എല്ലാം UK കീഴിലായിട്ടാണ് വരുന്നത്. പിന്നെ ഇവർ യൂറോപ്യൻ യൂണിയനിലും ഒന്നും അല്ലാത്തത് കൊണ്ട്, പക്ഷേ ഇവർ ഷെങ്കൻ ഏരിയയിലുള്ള ഒരു സ്ഥലമാണ്. അതായത് UK ഷെങ്കൻ ഏരിയയിലുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ജിബ്രാൾട്ടർ. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വന്നു പോകാൻ പറ്റുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആയേനെ. ഇവർ യൂറോപ്യൻ യൂണിയനിൽ ഇല്ലെങ്കിലും യൂറോപ്പുമായിട്ടുള്ള ഒരു ചെറിയൊരു കച്ചവട ബന്ധത്തിൻ്റെ ഒരു എഗ്രിമെൻറ്റ് ഇവർ സൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ട്രേഡിങ്ങും മറ്റുമൊക്കെ ഈസി ആയിട്ട് വരുന്നു. ഈ ജിബ്രാൾട്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കുഞ്ഞു രാജ്യത്ത് ഇവിടുത്തെ ആകെ 4% വരുന്ന ആളുകൾ, അതായത് ഏകദേശം 1000-ഓളം വരുന്ന ആളുകൾ മാത്രമാണ് മുസ്ലിം പോപ്പുലേഷനായിട്ടുള്ളത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് തൊട്ടടുത്ത് നമുക്കുള്ള മൊറോക്കോ എന്ന് പറഞ്ഞ രാജ്യം ശരിക്കും ഒരു മുസ്ലിം കൺട്രിയും കൂടിയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള കുറേ ആളുകൾ ഇവിടെ സ്വാഭാവികമായിട്ടും സെറ്റിൽഡ് ആയിട്ടുണ്ടാവണം. അപ്പോൾ ഈ ഒരു പള്ളി ആക്ച്വലി ഇവിടുത്തെ യൂറോപ്പ പോയിന്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ യൂറോപ്പ പോയിന്റ് സ്ഥിതി ചെയ്യുന്ന ഈ പള്ളി ശരിക്കും മൊറോക്കോയെ നോക്കിയാണ് ബേസിക്കലി ഇരിക്കുന്നത്. മൊറോക്കോയെ നോക്കിയിരിക്കുന്ന പള്ളിയാണ്. ഈ പള്ളി ഇവിടെ നിർമ്മിച്ചത് 1997-ലാണ്. 95-ൽ ആരംഭിച്ച് 2 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കി 97-ൽ 5 മില്യൺ യൂറോ മുടക്കിയാണ്, യൂറോ അല്ല പൗണ്ട് മുടക്കിയാണ് ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത്. ഇതിന് ഫണ്ട് ചെയ്തിരിക്കുന്നത് ഫഹദ് ഓഫ് സൗദി അറേബ്യ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മോസ്കിൻ്റെ പേരെന്ന് പറയുന്നത് മോസ്ക് ഓഫ് ദ കസ്റ്റോഡിയൻ ഓഫ് ദ 2 ഹോളി മോസ്ക് കിങ് ഫഹദ് ബിൻ അബ്ദുൾ അസീസ് അൽ സൗദ് എന്നാണ് ഈ ഒരു മോസ്കിൻ്റെ പേര്. മോസ്കിന് മുന്നായിട്ട് നമുക്കിവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. നമുക്കവിടെ യൂറോപ്പ പോയിന്റിൻ്റെ അവിടെ നമ്മുടെ നാട്ടിലൊക്കെ ആലപ്പുഴയിലൊക്കെ കാണുന്ന ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. നമുക്കത് കാണാൻ പോകാം. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ വന്ന് സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു മോസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ബാങ്ക് വിളി ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഒന്നാമത്തേക്ക് കയറിയിട്ട് വരാം. വളരെ മെയിൻറ്റെയിൻഡ് ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു മോസ്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ബാക്കിലൊക്കെ നമുക്ക് കാണുന്നതൊക്കെ അപ്പാർട്ട്മെൻറ്റുകളും മറ്റുമൊക്കെ ആയിരിക്കണം. അപ്പോൾ ഇവിടെ കൊള്ളാട്ടോ അത്. ഞാൻ ജസ്റ്റ് അകത്ത് കയറിയിട്ട് വന്നു. അകത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു മോസ്ക്, നല്ല ശാന്തസുന്ദരമായിട്ടുള്ളൊരു സ്ഥലം, കാർപ്പറ്റൊക്കെ വിരിച്ച് ഷാൻലിയറൊക്കെ തൂക്കി വളരെ സിമ്പിളായിട്ടുള്ള ഒരു മോസ്കാണ്. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. അകത്ത് 2-3 പേരോട്ടിരിപ്പുണ്ടായിരുന്നു, വേറെ ആരും ഇല്ലായിരുന്നു. വല്ലാത്തൊരു എക്സ്പീരിയൻസ്. ആ മോസ്കിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോഴത്തേക്കിനും ഇവിടെ നിന്നുള്ള ഒരു മനോഹരമായിട്ടുള്ള വ്യൂ നോക്കുക. ശരിക്കും അതായത് സ്കൈ ക്ലിയർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആക്ച്വലി മൊറോക്കോ കാണാൻ പറ്റുമെന്നുള്ളതാണ്. മൊറോക്കോ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചെറിയ രീതിയിൽ അങ്ങ് ദൂരെ ഞാനത് കാണുമോ, അവിടെ ഒരു മല പോലെ നിങ്ങൾ കണ്ടോ സംഭവം, അങ്ങ് ദൂരെ കണ്ടോ, ആ ഭാഗമാണ് മൊറോക്കോ എന്ന് പറയുന്നത്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഈ ഒരു യൂറോപ്പ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ അങ്ങോട്ടേക്ക് പോകാം. ആ സൗദി രാജാവ് നമുക്ക് ജിബ്രാൾട്ടറിന് സമ്മാനിച്ച ആ പള്ളിയുടെ മുമ്പിലേക്ക് നമ്മളിവിടെ വരുമ്പോഴത്തേക്കിനും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഇവരുടെ ആ ഒരു ലൈറ്റ് ഹൗസാണ്. യൂറോപ്പ പോയിന്റിലെ ലൈറ്റ് ഹൗസ് ആണ് ഇത്. 1838-ലാണ് സത്യം പറഞ്ഞാൽ ഇത് നിർമ്മിക്കുന്നത്. അന്നത്തെ ഗവർണറായിട്ടുള്ള സർ അലക്സാണ്ടർ വുഡ്ഫോർഡ് എന്ന് പറഞ്ഞ ആളാണ് ഇത് നിർമ്മിക്കുന്നത്. 1994 ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓട്ടോമേറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ നിന്നുള്ള ലൈറ്റ് 27 കിലോമീറ്റർ ദൂരത്തോളം കാണാൻ സാധിക്കുന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഈ ഭാഗത്തൂടെ പോകുന്ന കപ്പലുകളുടെ പ്രധാന
ആ ഒരു വഴികാട്ടിയാണ് ഈ കാണുന്ന ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ധാരാളം ലൈറ്റ് ഹൗസുകൾ പല സ്ഥലത്തുണ്ട്. ലക്ഷദ്വീപിലുണ്ട്, കവരത്തിയിലുണ്ട്, അവിടെയൊക്കെ ഇല്ലേ, അങ്ങനെ പല സ്ഥലങ്ങളിലില്ലേ. അതേപോലത്തെ ഒരു ലൈറ്റ് ഹൗസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ സ്കൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങ് ദൂരെ നമുക്ക് മൊറോക്കോ കാണാൻ സാധിക്കും. പിന്നെ ഈ ഒരു സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയാമോ? അതായത് ഈ ലൈറ്റ് ഹൗസാണ് രണ്ട് കടലുകളുടെ അതിർത്തി എന്ന് പറയുന്നത്. അതായത് ഈ ലൈറ്റ് ഹൗസിൻ്റെ ഇപ്പുറത്തെ ഭാഗം അറ്റ്ലാന്റിക് ഓഷനും ഇപ്പുറത്തെ ഭാഗം മെഡിറ്ററേനിയൻ സീയുമാണ്. അതാണ് ഇതിൻ്റെ ബേസിക്കലി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഈ ലൈറ്റ് ഹൗസിന് അപ്പുറവും ഇപ്പുറവും രണ്ട് കടലുകൾ ജോയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾക്ക് മാപ്പിൽ നോക്കിക്കഴിയുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. വളരെ ഇടുങ്ങിയ ഒരു സ്ട്രെയിറ്റ് ആണ് സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടർ എന്ന് പറയുന്നത്. ആ ഒരു സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടർ നമ്മുടെ ആഫ്രിക്കൻ വൻകരയും യൂറോപ്യൻ വൻകരയും തമ്മിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടർ എന്ന് പറയുന്നത്. UK പോലെ തന്നെ നല്ല പീസ്ഫുൾ ആട്ടോ ഈ സ്ഥലം. അപ്പോൾ ഈ ഭാഗമൊക്കെ എന്ത് രസമാണ്. ലൈറ്റ് ഹൗസ്, അങ്ങ് ദൂരെ നമുക്ക് മോസ്ക് കാണാം, പിന്നെ നമുക്ക് ആ ഒരു ജിബ്രാൾട്ടറിൻ്റെ മലനിരകൾ കാണാം. പിന്നെ ഇവിടെ ഇങ്ങനെ നടന്ന് കാണാൻ കുറേ സ്ഥലങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ഒരു മെമ്മോറിയൽ കാണാം. ജനറൽ സ്കിറോസ്കി മെമ്മോറിയൽ എന്നാണ് ഇതിൻ്റെ പേര്. ജനറൽ സ്കിറോസ്കി മെമ്മോറിയൽ. ഈ ജനറൽ സ്കിറോസ്കി എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ഓഫ് പോളണ്ട് ആൻഡ് കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ പോളിഷ് ഫോഴ്സസ്. അദ്ദേഹം 1943 ഒരു ഫ്ലൈയിങ് ആക്സിഡൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. അദ്ദേഹം രാജ്യങ്ങളുടെ ഫ്രീഡത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മെമ്മോറിയലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ കുറേ ചരിത്രങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളും, പിന്നെ ഒരു വിമാനത്തിൻ്റെ ഒരു പ്രൊപ്പലർ ബ്ലേഡിൻ്റെ ഒരു മാതൃകയിൽ ഒരു ചെറിയൊരു മെമ്മോറിയലൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സീ ബേർഡ് മൈഗ്രേഷൻ ഫ്രം യൂറോപ്പ പോയിന്റ്. അപ്പോൾ ഇനി വേറൊരു സംഭവം, ശരിക്കും അങ്ങ് ദൂരെ എനിക്ക് സ്പെയിനിൻ്റെ സ്ഥലങ്ങൾ അതും ഇതൊക്കെ കാണാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് ഇവിടെ നിന്ന് മൊറോക്കോ വരെ. അല്ലെങ്കിൽ നമ്മളപ്പുറത്ത് തൊട്ടപ്പുറത്ത് ടാഞ്ചിയർ നമ്മൾ പോയിട്ടുണ്ട്. ടാഞ്ചിയറിൽ നമ്മുടെ ഇബിൻ ബത്തൂത്തയുടെ ശവകുടീരമൊക്കെ കാണാൻ പോയി, നിങ്ങൾ ഓർമ്മയില്ലേ? നമ്മളെ മൊറോക്കോ, നമ്മുടെ സ്വന്തം മൊറോക്കോ, നമ്മൾ 93 ദിവസം പെട്ടുകിടന്ന മൊറോക്കോ. അപ്പോൾ ഇവിടെ നിന്ന് മൊറോക്കോയിലേക്ക് ശരിക്കും 15 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. എന്തുകൊണ്ടൊരു പാലം നിർമ്മിച്ചുകൂടാ എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ചോദിക്കും. ഇവിടെ നിന്ന് ഡെയിലി ഓരോ മണിക്കൂറിലും അങ്ങോട്ടും ഇങ്ങോട്ടും കപ്പലുകൾ 24 hours പോയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയധികം ചരക്ക് നീക്കം നടക്കുന്നൊരു സ്ഥലം, അതായത് ആഫ്രിക്കയും യൂറോപ്പും തമ്മിൽ ഭയങ്കരമായിട്ട് ട്രേഡിങ് നടക്കുന്നതെല്ലാം ഈ റൂട്ടിൽ കൂടിയാണ്. യൂറോപ്പിൽ നിന്ന് ആഫ്രിക്കയിൽ പോകുന്നതും ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിൽ വരുന്നതും എല്ലാം അത്രയധികം എക്കണോമിക് റെവല്യൂഷൻ നടക്കുന്നൊരു സ്ഥലമാണെന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെ പറയാം. അപ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് ഇവിടെ ഒരു പാലം നിർമ്മിച്ചുകൂടാ? അല്ലെങ്കിൽ 54 കിലോമീറ്റർ ഇംഗ്ലീഷ് ചാനലിനടിയിൽ കൂടി അവർക്ക് ടണൽ നിർമ്മിച്ച് ട്രെയിനും എല്ലാ സംഭവങ്ങളും ഓടിക്കാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ 15 കിലോമീറ്റർ ചെയ്തുകൂടാ എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ചോദിക്കും. അതിന് ഉത്തരം സിമ്പിളാണ്. നമ്മുടെ മെസീന, സ്ട്രെയിറ്റ് ഓഫ് മെസീന പോയില്ലേ, ഇറ്റലിയിൽ സിസിലി ഐലൻഡിൽ നിന്ന് മറ്റേ ട്രെയിൻ കയറ്റിക്കൊണ്ടുപോകുന്ന ഫെറി, ആ ട്രെയിൻ കയറ്റിക്കൊണ്ടുപോകുന്ന ഫെറി ആ ഭാഗത്തും 5-6 കിലോമീറ്ററേ ഉള്ളൂ. പാലം പണിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതായത് ഇവിടെ ഇവർ പറയുന്ന റീസൺ എന്ന് പറയുന്നത്, ഇവിടെ അതിഭയങ്കരമായിട്ടുള്ള സെയ്സ്മിക് ആക്ടിവിറ്റീസ് നടക്കുന്നൊരു ഏരിയ ആണ്. പിന്നെ വെള്ളത്തിൻ്റെ ആ ഒരു വാട്ടർ കറണ്ട് ഭയങ്കര ഹൈ ആണ്, അടിയൊഴുക്ക് കൂടുതലാണ്. പിന്നെ ഭൂമിയിലൊക്കെ ഉണ്ടായാൽ എന്ത് നിർമ്മിച്ചാലും തകർന്നു പോകാം. പിന്നെ അടിയിലൂടെ ടണൽ പണിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ട് ഡ്രിൽ ചെയ്യാൻ പാടായിട്ടുള്ള പാറയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ആഴമുള്ളൊരു പ്രദേശമാണ്. എന്തൊക്കെയാണ് റീസൺസ് പറയുന്നത് എന്നുണ്ടെങ്കിലും യൂറോപ്പിന് ആഫ്രിക്കനെ ബന്ധിപ്പിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് പച്ചയായ പരമാർത്ഥം. കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞൊരു വ്യക്തി നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം സാധ്യമാവണമെന്നുണ്ടെങ്കിൽ അത് സാധ്യമാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, അല്ലേ? 54 കിലോമീറ്റർ അവിടെ ആൽപ്സ് പർവ്വതത്തിനടിയിൽ കൂടെയൊക്കെ ഗോത്ത ടണലൊക്കെ പണിയാമെന്നുണ്ടെങ്കിൽ, അത്രയും സംഭവങ്ങളൊക്കെ പണിയാമെന്നുണ്ടെങ്കിൽ ഈ ആഫ്രിക്കൻ വൻകര യൂറോപ്യൻ വൻകരയും കൂടെ ബന്ധിപ്പിക്കാൻ ഒരു പാടുമില്ല. ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷെ അങ്ങനെ ബന്ധിപ്പിച്ചാൽ ഈ ആഫ്രിക്ക യൂറോപ്പും കൂടെ അങ്ങോട്ട് ചേരത്തില്ലേ? അത് ആർക്കും പിടിക്കുകയല്ലോ. അതായിരിക്കും അതിൻ്റെ റീസൺ എന്നാണ് പൊതുവെ, ഞാനല്ല പറയുന്നത്, എല്ലാവരും പറയുന്ന കാര്യം. ഇവിടെ നമുക്ക് ഒരു പീരങ്കി കാണാം. പിന്നെ ഇവിടെ ബ്രിട്ടൻ്റെ ഫ്ലാഗ് ഉണ്ട്. യെസ്, ദാറ്റ്സ് ഓൾ. അത് പൊളിച്ച് നോക്കിയത് അതിന്റെ മേളിൽ. ഇതെന്താ ATC ടവർ പോലെ ഉണ്ടല്ലോ. ഇനി ATC ടവറൊക്കെ ഇവിടെയാണോ വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. എന്നാൽ ഈ ഏരിയ ഒക്കെ എന്ത് രസം കാണാൻ. സുനിൽ ഭായി, ഇവിടെ ശരിക്കും വന്ന് 2 ദിവസം നിക്കണം അല്ലേ? ഇങ്ങനെ എൻജോയ് ചെയ്യണം. കാണുന്നതെല്ലാം ആർമിന്റെ ക്യാമ്പ്, അവരെ അക്കോമഡേഷനും കാര്യങ്ങളും ആണോ? ഞാൻ വിചാരിച്ച റിസോർട്ടാ. അല്ലല്ലേ, ചെറിയ കുഞ്ഞു റോഡുകള്. അതിന്റെ മേളിലൊക്കെ നോക്കി എല്ലാം മല വെട്ടി പണിതിരിക്കുകയാണ്. ഈ റോക്ക് ഓഫ് ജിബ്രാൾട്ടർ എന്നാണ് ഈ കാണുന്ന മലയ്ക്ക് പറയുന്നത്. അതായത് ജിബ്രാൾട്ടർ എന്ന് പറയുന്ന ആ ഒരു മല, ആ മലയാണ് മല
അതുകൊണ്ട് ഇവിടെ ഡിസ്റ്റിലറി ഒക്കെ ഉണ്ടല്ലോ. ഈ മലന്റെ മേലുള്ള അങ്ങോട്ട് ഈ മലന്റെ സർക്കിളിൽ ആർക്കും എൻട്രി ഇല്ല. അതുകൊണ്ടാണ് ഈ കേബിൾ കാർ മാത്രം അവിടെ ഇതാക്കി. അത് ശരി. പിന്നെയുള്ള ഹോട്ടൽസിൽ തായ്ലാന്ന്. ഇതൊക്കെ ഹോട്ടൽസ് ആണെന്ന് തോന്നുന്നു കാണുന്നൊക്കെ ഉണ്ടല്ലേ. നല്ല നല്ല ഹോട്ടലുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഹോട്ടൽസ് എക്സ്പെൻസീവ് ആണ്. ഇവിടെ താമസിക്കണം എന്നുണ്ടെങ്കിൽ നിയർ ബൈ നമുക്ക് സ്പെയിനിൽ പോയി താമസിക്കുന്നതാണ് ലാഭം. കാരണം ഇവിടെ എക്സ്പെൻസീവ് ആണ്. അപ്പൊ എന്തായാലും നമ്മൾ ആ ഒരു ജിബ്രാൾട്ടറിന്റെ തെരുവ് വീതികളിൽ കൂടി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പുറത്തും ഇപ്പുറത്തും കാണുന്നതെല്ലാം ഹോട്ടലുകളാണ്. അടിപൊളി. നോക്കിയേ ആ കെട്ടിടങ്ങളൊക്കെ കണ്ടില്ലേ, എന്ത് രസാ. നമ്മൾ ആ കേബിൾ കാറിന്റെ അടുത്ത് വന്ന് നമ്മള് അതിന്ന് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് അവർ പറയുന്നത്. എന്താണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ബാഡ് വെതർ ആയതുകൊണ്ടായിരിക്കും കേബിൾ കാർ വർക്ക് ചെയ്യാത്തത്. അതെന്തായാലും ഭയങ്കര ഒരു നഷ്ടമായി പോയി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഒന്ന് നിർത്തിക്കേ. അയ്യോ നിർത്തിക്കേ. എന്റെ പൊന്നേ, ഇത് അവിടെ മേളിലൊരു പാലമൊക്കെ കണ്ടോ? ആ പാലത്തെ കൂടെ ഒക്കെ നടന്നിറങ്ങി വരാം കേബിൾ കാറെ പോയിട്ട്. ഈ മലയുടെ മേളിലേക്ക് പോകുന്ന കേബിൾ കാറായിരുന്നു. ഈ കാണുന്നതൊക്കെ അപ്പാർട്ട്മെന്റുകളും ഹോട്ടലുകളും ഒക്കെയാണ് ഈ കാണുന്നതൊക്കെ. എന്തായാലും നമുക്ക് ആ കേബിൾ കാർ മിസ് ചെയ്തു ഗൈസ്. നമ്മളിപ്പോൾ ഇവിടുത്തെ സിറ്റി സെന്റർ ഏരിയയിലേക്ക് വന്നു. നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇത് പാർക്കിംഗ് ആണോ എനിക്ക് തോന്നുന്നില്ല. യെല്ലോ ലൈൻ അല്ലേ, പാർക്കിംഗ് ആവാൻ സാധ്യതയില്ല. നമുക്ക് മുന്നോട്ട് പോവാം. മഴക്കാറാണ്. ഇവിടെ വെൽക്കം ടു ജിബ്രാൾട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു ബോർഡ് കണ്ടോ. ജിബ്രാൾട്ടറിന്റെ ഒരു മാപ്പ് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. അടിപൊളി അല്ലേ. അപ്പൊ ഇവിടെ ബാക്കിൽ നമുക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അതായത് USA നിർമ്മിച്ച ഒരു ചെറിയൊരു മോണുമെന്റ് പോലത്തെ ഒരു സംഭവം കാണാം. അതായത് വേൾഡ് വാർ 2 അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് നേവീസ് ഈ ഭാഗത്ത് ചെയ്ത കുറേ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു മെമ്മോറിയൽ എന്നുള്ള രീതിയിൽ ചെയ്തൊരു സംഭവമാണ്. അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു സിറ്റി സെൻറ്റർ ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്കിവിടെ പാർക്കിംഗ് കിട്ടിയിട്ടില്ല. പാർക്കിംഗ് നോക്കി നടക്കുകയാണ്. ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ ഉണ്ട്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇല്ലാത്ത സ്ഥലമുണ്ടോ അല്ലേ? അടിപൊളി. ഇവിടെ ജിബ്രാൾട്ടറിൽ വന്നപ്പോൾ ഇവിടെ വരെ ഉണ്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. എന്തോന്നടേ ഇത്, എല്ലായിടത്തും ഇത് തന്നെയാണല്ലോ. ഞങ്ങൾക്ക് ഈ കാണുന്ന ഈ ഒരു കെട്ടിടത്തിൻ്റെ മേളിൽ കംപ്ലീറ്റ് പാർക്കിംഗ് ആയിരുന്നു. ആ പാർക്കിങ്ങിൽ നമ്മൾ വണ്ടി ഇട്ടു. നമ്മൾ ഇനിയിപ്പോൾ ഇവിടുത്തെ സിറ്റി സെൻറ്റർ ഏരിയയിലേക്ക് നടക്കുകയാണ്. അങ്ങനെ അതാ നമ്മൾ ഇവിടുത്തെ ആ ഒരു സിറ്റി സെന്ററിൽ എത്തിയിരിക്കുകയാണ്. ഇത് എന്ത് തിരക്കാ, എൻ്റെ ദൈവമേ. ക്രൗഡ് നോക്ക്. ഇവിടെ ആണെങ്കിൽ ഇവിടുത്തെ വാക്കിംഗ് സ്ട്രീറ്റ് ആണേ. ഇവിടെ കംപ്ലീറ്റ് ആളുകൾ ഈ പറഞ്ഞ പോലെ സോനേഴ്സ് വാങ്ങിക്കാനും, പിന്നെ ഇവിടെ പെർഫ്യൂംസ് ഭയങ്കര ചീപ്പാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇവിടെ ഡ്യൂട്ടി ഫ്രീ ആണെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ പെർഫ്യൂംസ് ഭയങ്കര ചീപ്പാണെന്ന് കേട്ടിട്ടുണ്ട്. പെർഫ്യൂംസ്, സിഗരറ്റുകൾ, മദ്യം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ. ഓഫർ, ബെസ്റ്റ് വീക്ക് ഓഫേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ. ക്ലിയറൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ പല സംഭവങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് സിഗരറ്റ് ഷോപ്പ്. പിന്നെ പലയിടത്തും ഇങ്ങനെ ഓഫറുകളും മറ്റുമൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും, പല പല കടകൾ. അപ്പോൾ ഇവിടെ അത്യാവശ്യം ആളുകൾ പല രാജ്യങ്ങളിൽ നിന്നും ഷോപ്പിങ്ങിന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് സ്പെയിനിൽ നിന്നുള്ള ആളുകൾ ഷോപ്പിങ്ങിനായിട്ട് വരുന്നൊരു സ്ഥലമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇത്രയധികം ഇല്ലെങ്കിൽ ഇത്രയധികം കടകളും മറ്റുമൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ. അതെന്ത് വരുന്നു ആ ചേട്ടൻ? എനിക്ക് മനസ്സിലായില്ല അത് എന്തോ വരുന്നു ആ സംഭവം. സുനീർ ഭായ്, ഇവിടെ മൊത്തം ഇതാണല്ലോ. ഇല്ലേ, ലണ്ടൻ അല്ല ഇത്. ഇവിടെ കംപ്ലീറ്റ് ലിക്കർ ഷോപ്പ് ആണല്ലോ. വാവ്, അത് ശരി. ഇതെല്ലാം ഉണ്ട്. ഇത് ഇപ്പം എനിക്കൊന്നും ഇതൊക്കെ ഭയങ്കര ചീപ്പാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ചീപ്പാ സാധനം. എല്ലായിടത്തും ഓഫർ. ഇതേ സൂപ്പർ ഡ്രൈയിലൊക്കെ 50% ഓഫ്. ഇതൊരു ഷോപ്പേഴ്സ് പാരഡൈസ് ആണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. ഇവിടെ മൊത്തം ആളുകൾ ഷോപ്പിങ്ങിന് വരുന്ന സ്ഥലങ്ങൾ, നല്ല കിഡിലൻ റെസ്റ്റോറൻറ്റുകളും ബാക്കിയുള്ള സംഭവങ്ങളും കെട്ടിടങ്ങളൊക്കെ കണ്ടില്ലേ. ഇതൊന്നും ഒരു UK അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് സ്റ്റൈൽ കെട്ടിടങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു സ്പാനിഷ് സ്റ്റൈൽ കെട്ടിടങ്ങളെന്ന് തന്നെ ശരിക്കും നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ളൊരു സെറ്റപ്പാണ്. ഇവിടെ കള്ളും സിഗരറ്റും മാത്രമേ ഉള്ളല്ലോ ദൈവമേ. അതിനും മാത്രം മദ്യക്കടകളാണല്ലോ ഇവിടെ ഉള്ളത്. ഇത് നമ്മുടെ മാഹി പോലത്തെ ഒരു സ്ഥലമാണെന്നാട്ടോ എനിക്ക് തോന്നുന്നത്. ഞാൻ അകത്ത് കയറി മദ്യത്തിലേക്ക് വില നോക്കി. ഒരു കുപ്പിയും വാങ്ങിച്ചു. ഒരു റെഡ് ലേബലിൻ്റെ കുപ്പിക്ക് 10 പൗണ്ട്. പിന്നെ ജാപ്പനീസ് വിസ്കി ഇല്ലേ, സന്തൂരി, അത് ഞാൻ വാങ്ങിച്ചത് 25 പൗണ്ട് എന്ന് പറഞ്ഞാൽ 2500 രൂപ. 10 പൗണ്ടെന്ന് പറഞ്ഞാൽ 1000 രൂപ, 1100 രൂപ ആയുള്ളൂ ഒരു റെഡ് ലേബലിൻ്റെ 1 ലിറ്ററിൻ്റെ കുപ്പിക്ക്. അമ്മാതിരി ചീപ്പാണ് ഇവിടെ. പിന്നെ ഇവിടെയുള്ള സൂപ്പർ ഡ്രൈയുടെ ഷോപ്പിൽ ഞാനൊന്ന് കയറി നോക്കിയായിരുന്നു. എനിക്ക് അകത്ത് അവിടെ കണ്ട തുണിയുടെ ക്വാളിറ്റിയിൽ എനിക്ക് ചെറിയ സംശയമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞാൻ കയറി വാങ്ങിച്ച ആ ഒരു ലിക്കർ ഷോപ്പിൽ അകത്ത് അവർ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, എന്താ പറയുക, അതായത് ഇവിടെ കൊടുക്കുന്ന മദ്യത്തിൻ്റെ ക്വാളിറ്റി ഞങ്ങൾ ഉറപ്പ് വരുത്തുന്നു, നല്ല സാധനമാണ്, ഒറിജിനലാണെന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പം അങ്ങനെയൊക്കെ എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഉടായ്പ് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അല്ലേ. ഇത് ആക്ച്വലി ഇവിടുത്തെ ഒരു സെൻട്രൽ സ്ട്രീറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് ഇങ്ങനെ ഏകദേശം ഒരു 1-2 കിലോമീറ്റർ ഇങ്ങനെ നടന്ന് നീങ്ങിപ്പോകുന്ന
ഒരു വാക്കിംഗ് സ്ട്രീറ്റാണ് ഈ കാണുന്നത്. ആ ഒരു വാക്കിംഗ് സ്ട്രീറ്റിലൂടെയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ഇത് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്, റോയൽ മെയിൽ പോസ്റ്റ് ഓഫീസ്. അതുകൊണ്ട് സ്കോട്ട്ലൻഡിൽ ഉണ്ടാക്കിയ സാധനമാണെന്ന് തോന്നുന്നു. ഉണ്ടല്ലേ നോക്കി, നമ്മുടെ ആ ഒരു ഇംഗ്ലണ്ടിൻ്റെ തനതായിട്ടുള്ള റോയൽ മെയിൽ പോസ്റ്റ് ഓഫീസും പിന്നെ അവരുടെ ഒരു ഫിലാറ്റലിക് ഷോപ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ പല ബ്രാൻഡുകളുടെ ഷോറൂമുകളൊക്കെ ഉണ്ട്. ഇത് ബോസിൻ്റെയൊക്കെ ഷോറൂം വരെ ഇവിടെ ഉണ്ട്. അവിടെയൊക്കെ ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണുന്നുമുണ്ട്. ഇവിടെ മാത്രം കാണപ്പെടുന്ന തരത്തിലുള്ളൊരു മങ്കീസ് ഉണ്ട്. അതിൻ്റെ പേര് ഞാൻ മറന്നു, നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കി അറിയാൻ പറ്റും. ഇവിടെ മാത്രം കാണുന്ന ഒരു ടൈപ്പ് മങ്കീസ്. അത് ആഫ്രിക്കയിൽ പല ഭാഗത്തുണ്ടായിരുന്നു, പക്ഷേ ആഫ്രിക്കയിൽ ഇപ്പോൾ അത് എൻഡേഞ്ചേർഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അത് പെരുകുന്നുണ്ട് ഭയങ്കരമായിട്ട്. ആളുകൾ ഇവിടെ വന്ന് ഗംഭീര ഷോപ്പിംഗ് കേട്ടോ, സ്പെയിനിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാണല്ലോ ഇവിടുത്തെ ക്വാളിറ്റിയിൽ ഞാൻ ഇത് ഓക്കെ അല്ല, ക്വാളിറ്റിയൊക്കെ ഭയങ്കര മോശം ക്വാളിറ്റി സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എല്ലാം. ഈ ജിബ്രാൾട്ടറെ ഒരു രാജ്യമായി കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ 5 രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു രാജ്യമായി മാറും ഈ ജിബ്രാൾട്ടർ എന്ന് പറയുന്നത്. സുവനീറുകൾക്ക് പോലും ഒരു ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ് കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്നത്. ഇതാണ് ഇവിടുത്തെ മങ്കി എന്ന് പറയുന്നത്, കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ മങ്കീസ്. പിന്നെ ജിബ്രാൾട്ടറിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ. പിന്നെ എവിടെ നോക്കിയാലും ഓഫർ എന്ന് പറഞ്ഞുകൊണ്ട് വിൽക്കുന്ന മദ്യക്കുപ്പികളാണ് കാണുന്നത്. അതിൻ്റെയൊക്കെ പ്രൈസ് കണ്ടോ എഴുതിയിരിക്കുന്ന ഓരോന്നിൻ്റെ. നോട്ട് മാറാൻ വേണ്ടി വന്നിരിക്കുകയാണ്. Oh, you are so nice. Okay, so you can give me some coins also. Are you an Indian origin? Okay, you live here? Okay, long time. Okay, that's nice. കണ്ടോ, ഗവൺമെൻറ് ഓഫ് ജിബ്രാൾട്ടർ എന്ന് എഴുതിയിരിക്കുന്ന കറൻസിയാണ്. 20, 10, 15. പിന്നെ കുറേ കോയിൻസും തന്നാ ചേട്ടൻ. ഞാൻ എൻ്റെ കളക്ഷൻ്റെ ഭാഗമായിട്ട് വാങ്ങിച്ചു വെച്ചത്. ഞാനേ ഇവിടുത്തെ കറൻസി ഇവിടെ പൗണ്ടാണ്, അതായത് നമ്മൾ UK ഉപയോഗിക്കുന്ന സെയിം പൗണ്ടാണ് ഇവർ യൂസ് ചെയ്യുന്ന കറൻസി എന്നുണ്ടെങ്കിലും ഗവൺമെൻറ് ഓഫ് ജിബ്രാൾട്ടർ എന്ന് എഴുതിയിരിക്കുന്ന പൗണ്ട് സ്റ്റെർലിംഗ് ആണ് ഇവരുടെ കറൻസി എന്ന് പറയുന്നത്. അത് എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ഞാൻ ഇവിടുത്തെ കറൻസിയും കുറച്ച് നോട്ടും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. അതവിടെ ഒരു ഇന്ത്യക്കാരൻ ചേട്ടനായിരുന്നു. ആ ചേട്ടനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ഏകദേശം 400-ലധികം ഇന്ത്യൻ ഒറിജിൻ ആളുകളുണ്ടത്രേ. അവരൊക്കെ ഇവിടുത്തെ സിറ്റിസൺസാണ്. UK സ്കോട്ട്ലൻഡിലും ഒക്കെ നമ്മുടെ ആൾക്കാർ പോയി സെറ്റിലായ പോലെ തന്നെ ഇവിടെ ഉണ്ടെന്ന് 400 പേര് ഈ ചെറിയ കുഞ്ഞു രാജ്യത്ത്. ആകെപ്പാടെ 35,000 പേരാണ് ഉള്ളത്. നിങ്ങൾ UK ജീവിക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് സന്ദർശിച്ചിട്ട് പോവുക. അത് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഇതുപോലൊരു സ്ഥലം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതല്ല ഇങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടാവും എന്നുള്ളത്. ഞാൻ UK പോലെയൊക്കെ ആയിരിക്കും എന്നാണ് കരുതിയത്, പക്ഷേ ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. UK ഒരു ടെറിട്ടറി ആണ്. സോ ദിസ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഏത് സമയത്തും വേണം ഒരു രാജ്യമായിട്ടൊക്കെ വേണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ലോകത്തിലെ ഏറ്റവും ചെറിയ 5 രാജ്യങ്ങളിലൊന്നായി മാറും. കാരണം 5-6 കിലോമീറ്റർ സ്ക്വയർ മാത്രമാണ് ഇവരുടെ വിസ്തീർണം എന്ന് പറയുന്നത്. ആ കാണുന്ന ബിൽഡിംഗ് ഉണ്ട്, അതൊരു ഹോട്ടലല്ല, നമ്മുടെ പാർക്കിംഗ് ബിൽഡിംഗ് ആണത്. അവിടെയാണ് നമ്മൾ വണ്ടി ഇട്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. സുനീർ ഭായ് ആക്ച്വലി പുള്ളി ഇവിടെ എപ്പോഴും വരുന്നതല്ലേ, ഞാനിതില്ലേ കാണാൻ വേണ്ടി വന്നത്. പുള്ളി അവിടെ കോഫി ഷോപ്പിൽ എവിടെ ഇരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു കോഫി ഷോപ്പിൽ പോയി ഇരിപ്പുണ്ട്. ഇവിടെ നമുക്ക് ലണ്ടനിലെ മറ്റേ ടെലിഫോൺ ബൂത്ത് അതിവിടെയുണ്ട് അവരുടെ ഒരു സംഭവം കാണിക്കുന്നതിന് വേണ്ടി. ഇതിപ്പോൾ ഇവിടുത്തെ ഒരു സ്ക്വയറിലെത്തിയിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് നടന്ന് നമുക്ക് അങ്ങോട്ടേക്ക് നമ്മുടെ എയർപോർട്ടിൻ്റെ ഭാഗത്തേക്ക് പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ സുനീർ ഭായ് അവിടെ ഉണ്ട്. ഞാൻ പതുക്കെ അങ്ങോട്ട് നടന്ന് പോകാം എന്ന് വിചാരിച്ചു. നമുക്ക് നടന്ന് കണ്ടു പോകാം അല്ലേ. ഇവിടുത്തെ ഒരു സിറ്റി സെൻറ്റർ സ്ക്വയറാണ് ഈ കാണുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കിനും തിരക്കാവും ഇവിടെ എല്ലാം. വൈകിട്ടാകുമ്പോഴത്തേക്കിനും ഭയങ്കര തിരക്കാവും. ശരിക്കും ഭയങ്കര രസമാട്ടോ, നല്ല വൈബാട്ടോ, വലിയ തണുപ്പുമില്ല. അങ്ങനത്തെ ഒരു നല്ലൊരു കിടിലം കാലാവസ്ഥ. നമ്മുടെ മാൾട്ട വൈപ്പ് എങ്ങനെയായിരുന്നു അതേപോലെ ഉണ്ട്. ഇവിടെ മറ്റേ നമ്മുടെ ലണ്ടൻ ബസ് പോലത്തെ പിന്നെ ഡബിൾ ഡെക്കർ ബസ്സൊക്കെ ഉണ്ട്. പക്ഷേ അത് ഇവിടുത്തെ സൈറ്റ് സീയിങ് ബസ്സാണ് കണ്ടല്ലോ നോക്കിയേ. പിന്നെ ഇഷ്ടംപോലെ കറൻസി എക്സ്ചേഞ്ചുകൾ, അങ്ങനത്തെ പരിപാടികൾ, എല്ലാ സംഭവം ഉണ്ട്. ആ മലയുടെ മേളിലൊക്കെ കെട്ടിടങ്ങൾ കണ്ടില്ലേ നോക്കി. അതിൻ്റെ മേളിലൊരു ഫോർട്ട് ഉണ്ട്. ശരിക്കും നമുക്ക് ആ കേബിൾ കാറിൽ കയറി പോയിരുന്നെങ്കിൽ നമുക്ക് ആ ഫോർട്ടിൻ്റെ മേളിലൊക്കെ പോകുമായിരുന്നു, ആ ഒരു ഭാഗമൊക്കെ കാണാമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് ക്ലോസ്ഡ് ആണ്, എന്താണെന്നറിയില്ല. സോ നമുക്കിപ്പോൾ അത് മിസ് ചെയ്തു. ഇവിടെ വരെ ഉണ്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. എന്തുകൊണ്ടാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഇവിടെ വരെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടാവുമെന്ന്. അപ്പോൾ ടാറ്റ ജിബ്രാൾട്ടർ എന്ന് പറയാറായിട്ടില്ല. സുനീർ ഭായ് വണ്ടിയും കൊണ്ട് പോയി. പുള്ളി എക്സിറ്റ് അടിച്ച് ജിബ്രാൾട്ടർ ചെയ്ത് ഫ്രാൻസിൽ പോയി അല്ല സ്പെയിനിൽ പോയി നിൽപ്പുണ്ട്. ഞാൻ നടന്നു വരാമെന്ന് പറഞ്ഞു. എനിക്ക് ആ എയർപോർട്ട് റൺവേയുടെ നടുക്കൂടെ നടക്കണം. അപ്പോൾ ഞാൻ നടന്നു വരാമെന്ന് പറഞ്ഞു. 1 കിലോമീറ്റർ നടക്കണം, കുഴപ്പമില്ല, നമുക്ക് നടക്കാം. ഇതുപോലെയുള്ള കുഞ്ഞു രാജ്യങ്ങളും കുഞ്ഞു ടെറിട്ടറികളൊക്കെ സന്ദർശിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്ത് എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളതെന്നുള്ളത് മനസ്സിലാവും. ഒരു ചെറിയ സംഭവം ഇത് ശരിക്കും എനിക്കിവിടെ വന്നപ്പോൾ തോന്നിയത്, ഇത് സിംഗപ്പൂരും അപ്പുറത്തെ സ്പെയിൻ എന്ന് പറയുന്നത് മലേഷ്യയും ആണെങ്കിൽ എങ്ങനെയുണ്ടാവും അതേപോലെയാണ്. മനസ്സിലായോ? സ്പെയിനിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടേക്ക് ജോലിക്കെല്ലാം വരുന്നത് കൂടുതലും. ഇവിടുത്തുകാർ കുറവല്ലേ. ആ സ്ഥലം, അതായത് സ്പെയിനിലെ തൊട്ടടുത്തുള്ള ആ ഒരു വില്ലേജ് അല്ലെങ്കിൽ ആ ഒരു ടൗൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഈ ഒരു സ്ഥലവുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. മലേഷ്യ സിംഗപ്പൂർ അങ്ങനെയല്ലേ. അതായത് സിംഗപ്പൂർ ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ. മലേഷ്യയിൽ നിന്ന് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ആളുകളുണ്ട് സിംഗപ്പൂരിൽ ഒത്തിരി ആൾക്കാർ.
അതേപോലെ ഇവിടുത്തെ ആളുകൾക്ക് ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറി ഓഫ് ജിബ്രാൾട്ടർ എന്നുള്ള രീതിയിലുള്ള പാസ്പോർട്ടാണ് ആക്ച്വലി കൊടുക്കുന്നത്. അവിടെ ബ്രിട്ടീഷ് എയർവേസിൻ്റെ വിമാനം പോകുന്നു. റൺവേ അടച്ചിട്ടിരിക്കുന്നു. ആവശ്യമില്ല, കിട്ടാൻ അടിപൊളിയായിരുന്നു. അതായത് ഇത് കണ്ടോ, ഇവിടെ നമ്മൾ ലെവൽ ക്രോസ് പോലെ തന്നെ ആളുകളെ തടഞ്ഞു വെച്ചിരിക്കുന്നുണ്ടല്ലേ, വണ്ടികളും ആളുകളും ഒക്കെ. അതായത് നമ്മൾ വിമാനത്താവളത്തിൻ്റെ റൺവേയിലോട്ടാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ഒരു വിമാനം ഇപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അത് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണോ ലാൻഡ് ചെയ്ത് വന്നാണോ എന്നെനിക്കറിയില്ല, നോക്കട്ടെ. ഇവിടെ ആളുകളൊക്കെ അപ്പുറത്തേക്ക് സ്പെയിനിലേക്ക് പോകാനായിട്ട് കാത്തു നിൽക്കുകയാണ്. ഇത് കണ്ടോ, ഇവരൊക്കെ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യും. വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകാനായിട്ട് നമുക്ക് ഈ കാണുന്ന ജിബ്രാൾട്ടർ റൺവേ കുറുകെ കടന്ന് അപ്പുറത്ത് പോകണം. അന്നേരമാണ് നമുക്ക് ഇമിഗ്രേഷനും പരിപാടികളൊക്കെ. അപ്പോൾ ബ്രിട്ടീഷ് എയർവേസിൻ്റെ ലണ്ടനിലേക്ക് പോകുന്നൊരു വിമാനം ഇപ്പോൾ ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യും. അത് കഴിഞ്ഞിട്ടേ നമ്മളെ വിടുകയുള്ളൂ. അതെന്തായാലും ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ. ഒന്ന് ആലോചിക്ക്, എയർപോർട്ട് റൺവേയിൽ ഇപ്പോൾ ആ വിമാനം അവിടെ നിന്ന് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അതിപ്പോൾ ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യും. ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. വരുന്നുണ്ട്, നോക്കണേ. അതൊരു ഗംഭീര സംഭവമായിരുന്നു കേട്ടോ. ഇത് ലെവൽ ക്രോസ് ഉറക്കുന്ന പോലെ, ട്രെയിൻ പോയി കഴിഞ്ഞിട്ട് ലെവൽ ക്രോസ് ഉറക്കുന്ന സെയിം സെറ്റപ്പ് നോക്കി. അതായത് ട്രെയിൻ പോയതിന് ശേഷം ലെവൽ ക്രോസ് ഉറക്കുന്നു. അതാണ് ബേസിക്കലി ഇവിടെ സംഭവിക്കുന്നത്. അത് ഇങ്ങോട്ടേക്ക് വരാനുള്ള വഴി, ഇത് അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി. ഇവിടെ ആകെ ഒരു ദിവസം ഏതാനും ഫ്ലൈറ്റുകൾ മാത്രമേ വരുന്നുള്ളൂ. 5-6 ഫ്ലൈറ്റുകൾ മാത്രമേ വരുന്നുള്ളൂ. അതാണ് നമുക്കിവിടെ ഇവരുടെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇവരൊക്കെ കണ്ടില്ലേ, ഇവരൊക്കെ സ്പെയിനിൽ നിന്ന് ജോലിക്കും മറ്റുമൊക്കെ ആയിട്ട് വരുന്ന ആളുകളായിരിക്കണം. അവരൊക്കെ ഇപ്പോൾ തിരിച്ച് സ്പെയിനിലേക്ക് പോകാനായിട്ട് കാത്തു നിൽക്കുകയാണേ. ഗേറ്റ് തുറക്കുന്ന കാത്തു നിൽക്കുകയാണേ. കണ്ടോ, ഗേറ്റ് തുറന്നു, കണ്ടില്ലേ. റൺവേ സൈക്കിൾ ലൈൻ, സൈക്കിൾ ലൈൻ. റൺവേയിലൂടെ നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് പോകാം, സൈക്കിൾ ചവിട്ടി പോകാം, നടന്നു പോകാം. ശരിക്കും നമ്മുടെ തിരുവനന്തപുരത്ത് അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ സമയത്ത് റൺവേ ഇതേപോലെ ഒരു വർഷത്തിലൊരു ദിവസം തുറന്നു കൊടുക്കത്തില്ലേ, അതേപോലെ തന്നെയാണ് ബേസിക്കലി നമ്മളിപ്പോൾ ഇവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ആ റൺവേയുടെ മധ്യഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ നടന്നപ്പുറത്ത് പോകുന്നത്. അത് ഭയങ്കര സംഭവം കേട്ടോ. ശരിക്കും നമ്മൾ UK നിന്ന് തിരിച്ച് യൂറോപ്പിലേക്ക് കയറുക, സ്പെയിനിലേക്ക്. അതാണ് സംഭവം. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വേറെ എവിടെ നിന്ന് കിട്ടും? ശരിക്കും ഈ ഒരു യാത്രയിൽ എനിക്ക് എന്തോരം അനുഭവങ്ങളാണ്, എവിടെ നിന്നൊക്കെ എന്തൊക്കെ വ്യത്യസ്തമായുള്ള അനുഭവങ്ങളാണ് കിട്ടിയതെന്നറിയോ. റൺവേ ആണ് സുഹൃത്തുക്കളെ. അപ്പോൾ ജിബ്രാൾട്ടർ ബൈ ബൈ, ജിബ്രാൾട്ടർ ബൈ ബൈ. അങ്ങനെ ജിബ്രാൾട്ടറിൽ നിന്ന് ഞാൻ വിമാനത്തിൻ്റെ റൺവേയുടെ മധ്യഭാഗത്തുകൂടി നമ്മൾ യൂറോപ്പിലേക്ക് കടക്കുകയാണ്. മാത്രമല്ല ഈ കണ്ട ആളുകളെല്ലാവരും യൂറോപ്പിലേക്ക് കടക്കുകയാണ്. വണ്ടി പോകുന്ന വേറെ റൂട്ടാണ് കേട്ടോ, അപ്പുറത്തൂടെയാണ് വണ്ടി പോകുന്നത്, ഈ വഴിയല്ല. അതോ ഇനി പെഡസ്ട്രിയൻസിനെ കടത്തി വിട്ടിട്ടേ വണ്ടി വിടുമോ എനിക്കറിയത്തില്ല. കണ്ടോ നമ്മുടെ റൺവേയുടെ നടുക്കെത്തി നമ്മൾ. കണ്ടില്ലേ, വിമാനത്തിൻ്റെ ടയറ് പോകുന്ന പാടാണ് ഈ കാണുന്നത്. കണ്ടോ, വിമാനം ടച്ച് ഡൗൺ ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ടയർ പോകുന്ന പാട് കണ്ടോ, പൊളിച്ച് കേട്ടോ. അത് വേറെ ലെവൽ. ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. എനിക്ക് നടക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് വരുന്നൊരു ചെറുക്കൻ. അങ്ങനെ നമ്മൾ റൺവേയുടെ നടുക്കൂടെ ക്രോസ് ചെയ്ത് ബൈ ബൈ ജിബ്രാൾട്ടർ. ഓക്കെ, നമ്മൾ ബൈ ബൈ UK പറയാൻ സമയമായി. നമ്മളിനി തിരിച്ച് വീണ്ടും നമുക്ക് ഇമിഗ്രേഷനുണ്ട്. തിരിച്ചു പോകുമ്പോൾ UKയുടെ ഇമിഗ്രേഷൻ ഇല്ല, കാരണം ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് സ്പെയിൻ്റെ ഇമിഗ്രേഷൻ മാത്രമേ ഉള്ളൂ. റോയൽ എയർഫോഴ്സ് ജിബ്രാൾട്ടർ എന്നും പറഞ്ഞുകൊണ്ട് കാണാം. ഇത് റോയൽ എയർഫോഴ്സ് ജിബ്രാൾട്ടർ, UK പോലും അല്ല എഴുതിയേക്കുന്നത്. റോയൽ എയർഫോഴ്സ് ജിബ്രാൾട്ടർ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ എയർഫോഴ്സിൻ്റെ വിമാനത്താവളമാണെന്ന് തോന്നുന്നത്. അവിടെ ബ്രിട്ടീഷ് ഫോഴ്സസ് ജിബ്രാൾട്ടർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു ബോർഡൊക്കെ കാണാമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോഴും ശരിക്കും UKയുടെ ടെറിട്ടറിക്കുള്ളിൽ തന്നെയാണുള്ളത്. നമ്മൾ റൺവേയുടെ ഇപ്പുറത്ത് ഈ ഭാഗത്തായിട്ടാണ് എയർപോർട്ട് കെട്ടിടം ഇരിക്കുന്നത്. ശരിക്കും നമുക്ക് ലണ്ടനിൽ നിന്ന് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് ഫ്ലൈ ചെയ്ത് വരാം. നമുക്ക് ഡൊമസ്റ്റിക് ഫ്ലൈ ആണ് ലണ്ടനിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും. ബ്രിട്ടീഷ് എയർവേസിൻ്റെ വിമാനം മാത്രമാണുള്ളത്. ഈസി ജെറ്റ് ഉണ്ട്. ഡിപ്പെൻസ്, സീസണൽ റേറ്റ്സ് ഒക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആണ്. ജിബ്രാൾട്ടറിൻ്റെ സ്റ്റാമ്പ് കിട്ടും, പക്ഷേ ലണ്ടനിൽ നിന്ന് വരുമ്പോഴത്തേക്കിനും സ്റ്റാമ്പ് കിട്ടില്ല. ബൈ റോഡ് ഇങ്ങനെ വന്നാൽ മാത്രമേ ജിബ്രാൾട്ടറിൻ്റെ സ്റ്റാമ്പ് എൻട്രി കിട്ടുള്ളൂ. തിരിച്ചു പോകുമ്പോൾ നമുക്ക് അസ് യൂഷ്വൽ UKയിൽ ഇമിഗ്രേഷൻ ഇല്ലല്ലോ. UKയിൽ ഇമിഗ്രേഷൻ ഇല്ല. നമ്മളിനിയിപ്പോൾ സ്പെയിനിലേക്ക് കയറുകയാണ്. ഈ വണ്ടികളൊക്കെ സ്പെയിനിൽ കയറാൻ വേണ്ടി കിടക്കുന്ന വണ്ടികളാണ്. ഇത് കണ്ടോ, സ്പെയിൻ നടന്നു പോകുന്ന വഴി. ഫൈനലി നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് വീണ്ടും ബാക്ക് ടു യൂറോപ്പ്. ഇത്രേ ഉള്ളൂ, നടന്നു പോയിട്ട് കണ്ടിട്ട് വരാവുന്നൊരു രാജ്യം.
ഞാൻ ഇമിഗ്രേഷനിൽ ഒന്നും ചോദിച്ചില്ല, ജസ്റ്റ് പാസ്പോർട്ട് കൊടുക്കുക, അവർ ഷെങ്കൻ വിസ ചുമ്മാ നോക്കും, സ്റ്റാമ്പ് അടിക്കും. അവിടെ ബാക്കിയുള്ളവരൊക്കെ ചുമ്മാ ID കാണിച്ച് പോയി വരികയാണ്. ഞാനിവിടെ ഒരു ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ളൊരു സ്പാനിഷ് സിറ്റിസനെ കണ്ടു. പുള്ളി ഞാൻ ഇന്ത്യയിൽ നിന്ന് ഇവിടെ കാണാനായിട്ട് വന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൊള്ളാമല്ലോ, പുള്ളി ഇവിടെ ജീവിക്കുകയാണ് നമ്മളിപ്പുറത്തെ യൂറോപ്പ് ടൗണിൽ. പുള്ളി അപ്പുറത്ത് ജോലിക്ക് പോയിട്ട് വരികയാണ്, ജിബ്രാൾട്ടറിൽ ജോലിക്ക് പോയിട്ട് വരുന്ന ഒരു ഇന്ത്യൻ ഒറിജിൻ സ്പാനിഷ് സിറ്റിസൺ ആയിട്ടുള്ള ആൾ. സോ ഹി വാസ് ടോക്കിംഗ് ടു മീ ലോട്ട് ഓഫ് തിങ്സ്. ഞാൻ തിരിച്ച് നടന്ന് വന്നപ്പോഴത്തേക്കിനും പുള്ളി ഓൾറെഡി നേരത്തെ ഇവിടെ എത്തിയായിരുന്നു, പുള്ളി ഇവിടെ വെയിറ്റിംഗ് ആയിരുന്നു. തിരിച്ച് നടന്നു വരാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചത് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. എന്തായാലും കറക്റ്റ് സമയത്ത് നമുക്ക് ആ ഒരു ബ്രിട്ടീഷ് എയർവേസിൻ്റെ വിമാനം കിട്ടിയതും ഒക്കെ അത് ലോട്ടറി ആയിപ്പോയി കേട്ടോ. അപ്പോൾ ജിബ്രാൾട്ടറിൻ്റെ സ്റ്റാമ്പും കിട്ടി, സ്പെയിനിൻ്റെ സ്റ്റാമ്പും കിട്ടി. സ്പെയിനിലേക്ക് ഡയറക്റ്റ് വന്ന് ഫ്ലൈ ചെയ്താൽ മാത്രമല്ല സ്പെയിനിൻ്റെ സ്റ്റാമ്പ് കിട്ടുള്ളൂ. അപ്പോൾ ആ 2 സ്റ്റാമ്പും കിട്ടി. അതാണ് സംഭവം. ഓ സൂപ്പർ ഹാപ്പി. കറക്റ്റ് ആ വിമാനം അത് ലേറ്റ് ആയിരുന്നു, ഉച്ചയ്ക്ക് 2 മണിക്ക് പോകേണ്ട വിമാനമാണ്. അത് ടേക്ക് ഓഫ് ചെയ്യുന്നത് കറക്റ്റ് കിട്ടി. ആ റൺവേയുടെ നടുക്കൂടെ വരികയും ചെയ്തു. ഭക്ഷണം നമുക്ക് മൊറോക്കോ ഫുഡ് കഴിക്കല്ലേ. അപ്പോൾ സീ യു ഗൈസ് ടുമോറോ വിത്ത് അനദർ വീഡിയോ. നമ്മളിനി ഇപ്പോൾ ഇവിടുന്ന് സ്പെയിൻ വഴി പോർച്ചുഗലിലേക്ക് പോവാണ്. ബൈ ബൈ.